ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മൾ മൂന്നാമത്തെ സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് 3 കോടി ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ലഹരിയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അത് കഞ്ചാവാണ്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. പുകവലിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അത്രയധികം ആളുകൾ ഉപയോഗിക്കുന്നതാണ് പുകവലി. എന്നാൽ അതിൽ തന്നെ നമ്മുടെ യുവജനങ്ങൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് കഞ്ചാവ്. 3 കോടി, കേരളം മുഴുവൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ. ഇന്ത്യയിൽ ബാക്കി ആരും ഉപയോഗിക്കുക, കേരളം മുഴുവൻ കഞ്ചാവ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. 3 കോടി ജനങ്ങൾ. വലിയ വേദനയുണ്ട്. ഈ ഒരു മേഖലയിലുള്ള അഡിക്ഷനിൽ പെട്ടുപോയ എല്ലാവരെയും ഒന്ന് സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബാംഗങ്ങളെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയ്ക്ക് ഈ ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ കഞ്ചാവിൻ്റെ പിടിയിൽ നിന്ന് വലിയൊരു വിടുതൽ ലഭിക്കാൻ, കഞ്ചാവ് ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്കൊരു സമാധാനവും ആശ്വാസം ലഭിക്കാൻ, കഞ്ചാവ് ഉപയോഗിക്കാൻ സാധ്യതയുള്ള മക്കളൊക്കെ ആ കെട്ടുകൾ അഴിഞ്ഞ് അത് ഉപയോഗിക്കാതിരിക്കാൻ വലിയൊരു അഭിഷേകം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഈ സമയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? കഞ്ചാവ് ഉപയോഗിക്കുന്നതുകൊണ്ടൊന്നും വലിയ കുഴപ്പമില്ല. ഭയങ്കര ഒരു എന്താണെന്നറിയില്ല നമ്മുടെ നാടിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? കഞ്ചാവ് ഉപയോഗം, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ ഭീകരമായിട്ടുള്ളൊരു ഡ്രഗാണ് കഞ്ചാവ്. ഇപ്പം ചില രാജ്യങ്ങളിൽ മാരിവാന എന്ന് പറയുന്ന കഞ്ചാവിൻ്റെ വകഭേദം, അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. റിക്രിയേഷണൽ മാരിവാന എന്ന് പറയുന്നത്, അതായത് വിനോദത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഒരിക്കലും അല്ല കേട്ടോ, ഒരിക്കലും അല്ല. ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരുപാട് മക്കൾ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനെ ട്രീറ്റ് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളോട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. ഒരു മകൻ, അവൻ്റെ കൂട്ടുകാരെല്ലാവരും ഒരുമിച്ചിരിക്കുക. അവന് 17 വയസ്സ് പ്രായം. ഒരുമിച്ചിരിക്കുന്ന കൂട്ടുകാരിൽ പല ആളുകളും കഞ്ചാവ് വലിക്കുന്നുണ്ട്. വലിക്കുന്നതിനിടയിൽ ഞാൻ പറയുന്ന മകൻ്റെ അടുത്ത് ചോദിച്ചിടാ, ഒരു പഫ് എടുക്കടാ, ഒരു പ്രാവശ്യം ഒന്ന് വലിക്കടാ, നീ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി, പിന്നെ നീ ഉപയോഗിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞ് കൂട്ടുകാർ ഭയങ്കര ഇൻഫ്ലുവൻസ്, കഞ്ചാവിൻ്റെ മേഖലയിൽ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ഉള്ള കൂട്ടുകാരാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ ഈ കഞ്ചാവ് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവൻ ഒരു പഫ് എടുത്ത് അവൻ ബോധം കെട്ട് വീണു. അവന് ഒറ്റ വലിയ വലിച്ചുള്ളൂ. അവനോട് ഇങ്ങനെ പറയടാ, കഞ്ചാവ് വെച്ച് ഭയങ്കര സന്തോഷം കിട്ടടാ, നീ അങ്ങ് വലിച്ചടാന്ന് പറഞ്ഞ് അവൻ ബോധം കെട്ട് ബോധമില്ലാണ്ട് അവൻ നിലത്തേക്ക് വീണു. ഇതാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പക്ഷെ ബോധം തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, ഇനി കിട്ടുമോ? അവൻ വീണ്ടും വലിച്ചു. അവൻ വലിയൊരു കഞ്ചാവിൻ്റെ മധ്യസ്ഥനായിട്ട് അവനങ്ങ് മാറി. നെക്സ്റ്റിലേക്ക് എൻ്റെ കൂടെ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിന് വരുമ്പോഴേക്കും അവൻ കഞ്ചാവിൻ്റെ വലിയൊരു ഉസ്താദായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. പിന്നീട് അവന് ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ പോയി അവിടെ കഞ്ചാവിൻ്റെ ബിസിനസ് തുടർന്നു. അവസാനം അവനെ പിടിച്ച് എല്ലാ പഠനവും അവസാനിപ്പിച്ച് അവനെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയി. നമ്മുടെ ചില സഹോദരങ്ങൾ ചില രാജ്യങ്ങളിലേക്ക് പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെ വിദേശ രാജ്യത്തിലേക്ക് പോയതാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റൂമിൽ ഒരു 6-7 പേര് താമസിക്കുന്നുണ്ട്. 6-7 പേര് താമസിക്കുന്ന ചില ആളുകൾ ഇങ്ങനെ വലിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ തോന്നിയിട്ട് ഇത് കൊള്ളാലോ. അപ്പോൾ ഇവൻ്റെ കൂട്ടുകാർ എൻ്റെ അടുത്ത് പറയാം, ഇതൊന്നും വലിച്ചില്ലെങ്കിൽ നീ ഒരു ആണാണോടാ, ആണുങ്ങൾ ഇതൊക്കെ വലിക്കും, ഒരൊറ്റ വലിയെങ്കിലും നീ വലിക്കാതെ നിൻ്റെ ജീവിതം അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ കാര്യടാ എന്ന് പറഞ്ഞ് അവന് കൊടുത്തതാണ് കാനഡ എന്ന് പറയുന്ന രാജ്യത്താണ് ഇത് സംഭവിച്ചത്. ഈ രാജ്യം മാത്രമല്ല കേട്ടോ, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും എല്ലായിടത്തും ഉണ്ട്. അവനിതങ്ങ് വലിച്ച് വലിയൊരു ലഹരിയുടെ അടിമയായിട്ട് മാറി. കാനഡയിൽ നിന്ന് നേരെ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ അവൻ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്കാണ് അവനെ കൊണ്ടുവന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് നാച്ചുറലായിട്ടുള്ള ഒരു ചെടിയാണെന്നൊന്നും പറഞ്ഞ് ഇത് ഉപയോഗിക്കുന്നത് ഒട്ടും അഭികാമ്യമല്ല. ഇത് കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കഞ്ചാവ് ഒരു ഹലുസിനോജൻ എന്ന് പറയുന്ന, ഹലുസിനേറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് കഞ്ചാവ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറൊരു മേഖലയിലേക്ക് അങ്ങ് കിടക്കും, വേറെ തലത്തിലേക്ക് അങ്ങ് കിടക്കും.
അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, അച്ഛാ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നവരെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? എൻ്റെ മകൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എളുപ്പമല്ല കേട്ടോ ഇത് തിരിച്ചറിയാനായിട്ട്. നിങ്ങൾ വിചാരിച്ചേക്കരുത്, ഇത് പെട്ടെന്ന് അങ്ങ് മനസ്സിലാക്കാം. എൻ്റെ മകൾ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, പെട്ടെന്ന് ഇന്ന് ഉപയോഗിച്ചാൽ നാളെ അങ്ങ് മനസ്സിലാക്കാം. നമുക്ക് ആർക്കും പെട്ടെന്ന് പിടികിട്ടാനായി സാധ്യത വളരെ കുറവാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം പറയാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തിരിച്ചറിയാൻ പറ്റില്ല. മദ്യം ഉപയോഗിച്ചാൽ തിരിച്ചറിയാൻ പറ്റും. മണം ഉണ്ടാവും, പിന്നെ അവനൊരു ഡിപ്രസൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ, അവൻ ആടിത്തുടങ്ങും, അവന് ശാന്തത വരും, ഉറക്കം വരും, വേഗം കിടന്ന് ഉറങ്ങും, ഇതൊക്കെ സംഭവിക്കും. എന്നാൽ കഞ്ചാവ് ഉപയോഗിക്കുന്നവരെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? വലിയ പാടാണ്. അവരവരുടെ ലക്ഷണങ്ങളൊക്കെ മറച്ചു വയ്ക്കും. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു 3-4 കാറ്റഗറി ഓഫ് ലക്ഷണങ്ങൾ പറയാൻ പോവാണ്. ഒന്നാമത്തെ ലക്ഷണം, അത് ശാരീരിക ലക്ഷണമാണ്. ശരീരത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില പ്രത്യേകതകളുണ്ട്, അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ലക്ഷണം, കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളുടെ കണ്ണ് ചുവന്ന് കലങ്ങും. പക്ഷേ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ അത് കലങ്ങുമെങ്കിലും ഇവർ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ്, വീട്ടിലിരുന്നല്ല മിക്കവാറും ഉപയോഗിക്കുക, പുറത്തായിട്ടായിരിക്കും. വീട്ടിൽ വരുന്നതിന് മുമ്പ് അവരൊരു ഐ ഡ്രോപ്പ് വാങ്ങാൻ കിട്ടും. ആ ഐ ഡ്രോപ്പ് വാങ്ങിയിട്ട് കണ്ണിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പഴയ പോലെയാവും കണ്ണ്. അപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ഇത് ഇങ്ങനൊരു സംഗതി ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പിടികിട്ടില്ല. എന്നാൽ വല്ലപ്പോഴെങ്കിലും അവർ ഒഴിക്കാൻ മറന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കണ്ണ് ചുവന്ന് കലങ്ങിയിരിക്കുന്നുണ്ട്, അത് വണ്ടി ഓടിച്ചപ്പോൾ ഈച്ച പോയതാണെന്ന് പറയും. പാവ അമ്മമാരത് വിശ്വസിക്കും. അതാകാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടല്ല എല്ലാവരും വണ്ടി ഓടിക്കുന്നത് അല്ലേ. രണ്ടാമത്തെ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളിലുള്ള ഒരു ശാരീരികമായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ് അവരുടെ വിശപ്പ്. ഭയങ്കര വിശപ്പായിരിക്കും പൊതുവെ കേട്ടോ. എല്ലാവർക്കും ഈ വിശപ്പുണ്ടാവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പൊതുവെ അവർക്ക് ഭയങ്കര വിശപ്പായിരിക്കും. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, എൻ്റെ ഒരു മകൻ, അവൻ പറഞ്ഞത്, അവൻ കഞ്ചാവ് വലിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ KFC അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ ചിക്കൻ ഉണ്ടല്ലോ അത് വാങ്ങി, പിന്നെ കുഴിമന്തി അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ അത് കുറേ വാങ്ങി, എന്നിട്ട് കഞ്ചാവ് വലിക്കാൻ തുടങ്ങി. ഒടുക്കത്തെ വിശപ്പ്. അവൻ പറയാ, ഇത് വലിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഒടുക്കത്തെ വിശപ്പാണ്, തിന്നുന്ന നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അത്ര അധികം ഭക്ഷണം നമ്മൾ കഴിക്കുക. അപ്പോൾ വിശപ്പ് ഒരു കാരണമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മകൻ ഇഷ്ടമില്ലാത്ത ഭക്ഷണം കുറേ കഴിക്കേണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒട്ടും കഴിക്കുന്നില്ലെന്ന്, ഇഷ്ടമുള്ള ഭക്ഷണം ഒട്ടും കഴിക്കുന്നില്ലെന്ന് വിചാരിക്കുക. അങ്ങനെ സ്ഥിരമായ ബേസിസിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒരു ദിവസം വന്നതുകൊണ്ട് കഞ്ചാവ് വലിക്കുന്നതൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ബേസിസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ അർത്ഥം വിശപ്പുമായി ബന്ധപ്പെട്ട് നോക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശ്രദ്ധിക്കുക. അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല, വേറെ പല കാര്യം കൊണ്ടും ആകാം, മെഡിക്കൽ റീസൺസ് ഉണ്ടാകാം, വയറിന് എന്തെങ്കിലും പ്രശ്നമോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഉണ്ടാകാം ഈ പ്രശ്നം. എന്നാലും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശപ്പ് ഒരു മാനദണ്ഡമായിട്ട് എടുക്കാം. മൂന്നാമതായി എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ശാരീരികമായിട്ട് നോക്കുമ്പോൾ മൂന്നാമതായിട്ട് അവരുടെ ഈ കൈയൊക്കെ, വിരലൊക്കെ നോക്കുക. നിങ്ങൾ വിരൽ, നമ്മുടെ സാധാരണ നഖം ഉണ്ടല്ലോ, ഇങ്ങനെ ഞെക്കി ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ചോര കളറിൽ നമ്മുടെ ചോര കാണാം. ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ പുകവലിക്കുന്ന ആളുകൾക്ക് ഈ പ്രത്യേകതയുണ്ട്. അവരെ എങ്ങനെ ഞെക്കി നമ്മളൊന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മിക്കവാറും, നിർബന്ധമില്ല, ആ കളറ് കുറച്ചൊരു കറുത്ത കളറും കൂടി അതിൻ്റെ ഇടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഇവിടേക്ക് ഒരു ചെറിയൊരു കറുപ്പ് കളർ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ കൈയുടെ ഇവിടെ ഒരു കളർ മാറാൻ സാധ്യതയുണ്ട്. ഇത് ഉപയോഗിച്ച് ഇവിടെ ഒരു കളറ് മാറാൻ സാധ്യതയുണ്ട് അത് ഉപയോഗിക്കുന്ന സ്ഥലത്ത്. പിന്നെ പല്ല് കറ വരാൻ സാധ്യതയുണ്ട്. പല്ല് കറ വരാൻ അവർ നിരന്തരം ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കറയൊന്നും പിടികിട്ടില്ല കേട്ടോ. പിന്നെ അവരുടെ ഒരു പ്രത്യേകതയാണ് അവരുടെ ചുണ്ട് കറക്കാനുള്ള സാധ്യതയുണ്ട്, കറുത്ത കളർ വരാനുള്ള സാധ്യതയുണ്ട്. അവസാനമായിട്ടുള്ള ശാരീരിക ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര മടി വരും, കുളിക്കില്ല. എനിക്ക് ഒരുത്തന്നെ ഓർമ്മയുണ്ട്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവൻ തല കുളിച്ചിട്ട് മാസങ്ങളായി. എന്നിട്ട് നെസ്റ്റിൽ വന്നേക്കാണ്, ഞങ്ങളുടെ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് വന്നേക്കാണ്. അവൻ മാസങ്ങളായി തല കുളിച്ചിട്ട്, അവൻ്റെ അടുത്തിരിക്കാൻ പറ്റില്ല, പൊട്ടം മണം. അവൻ്റെ തല ഒരു ഗ്ലോബ് പോലെയാക്കി വെച്ചേക്കാം. അവൻ മുടി വെട്ടിയിട്ട് മാസങ്ങളായി, കുളിച്ചിട്ടും മാസങ്ങളായി, തല ഇങ്ങനെ ഒരു ഗ്ലോബ് പോലെ ഇങ്ങനെ ആക്കി വെച്ചേക്കാം. അപ്പം അടുത്തുള്ള ആളുകൾ എന്നോട് പറഞ്ഞു, പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഒരാൾക്കും അവൻ്റെ അടുത്തിരിക്കാനായിട്ട് ഇഷ്ടമില്ല. ഞാൻ അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, മോനെ ഒന്ന് തല കുളിക്കടാം. അപ്പോൾ അവൻ എന്നോട് പറയാ, തല മാത്രമല്ല അച്ഛൻ കുളിക്കാത്തത്, എത്ര കഷ്ടപ്പെട്ട അവൻ്റെ മുടി ഇങ്ങനെ റെഡിയാക്കിയെന്നറിയോ, ഞാൻ അലക്കാറും ഇല്ല അച്ഛൻ എന്ന് പറഞ്ഞു. അവൻ്റെ ഡ്രസ്സ് അവൻ മാറിയിട്ട് 2 ആഴ്ചയിലപ്പുറമായി. അവൻ്റെ ഷർട്ടും പാൻറ്റും എല്ലാ വസ്ത്രങ്ങളും അവൻ മാറിയിട്ട് 2 ആഴ്ച. ഭയങ്കരമായിട്ടുള്ളൊരു മടി അവരുടെ ജീവിതത്തിൽ വരും. അപ്പോൾ അവർ മുടി ഇങ്ങനെ ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ വളർത്തും.
പിന്നെ കുളിക്കില്ല, പിന്നെ ഇതൊക്കെ കൂടിയ തോതിലെത്തുമ്പോഴാണ് കേട്ടോ. ഇതാണ് ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ. നമുക്ക് ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഒരു സാധനമാണ് മാനസികമായിട്ടുള്ള ലക്ഷണങ്ങൾ. മാനസികമായിട്ട് കുറേ പ്രത്യേകതകളുണ്ട് അവർക്ക്. അത് കഞ്ചാവ് ഉപയോഗിക്കുന്ന സമയം, അതിനോടനുബന്ധിച്ചുള്ള സമയത്താണ്. കഞ്ചാവിൻ്റെ കിക്ക് ചിലപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അതിൻ്റെ കിക്ക് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2-3 മണിക്കൂറിനുള്ളിൽ കണ്ടാലേ ഇത് മനസ്സിലാവുള്ളൂ. എന്താണ് മാനസികമായിട്ടുള്ള കാരണം? അവരിങ്ങനെ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുക. ചുമ്മാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. പ്രത്യേകിച്ചൊരു കാരണം ഉണ്ടാവില്ല, ഒരു കാരണമില്ലാതെ ചിരിക്കുക, കരയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവൻ ഏതോ ഒരു ലഹരി അവൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിങ്ങനെ സമൂഹത്തിൽ നിന്നങ്ങ് വിഡ്രോ ചെയ്യും. ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കും. ഇപ്പം അവരുടെ അപ്പൻ്റെ അമ്മയുടെ കൂടെയൊക്കെ വളരെ അടിച്ചു പൊളിച്ച് നടന്ന ഒരു മകനാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു മകളാണെന്ന് വിചാരിക്കുക. വീട്ടിലേക്ക് ഫോൺ ചെയ്യില്ല. അമ്മ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നിർത്തും. ഇനി എന്നെ വിളിക്കേണ്ടെന്ന് പറയും. അകലെയാണെങ്കിൽ, വീട്ടിലാണെന്നുണ്ടെങ്കിലോ ഒരു മുറിയിലേക്ക് അങ്ങ് ചുരുങ്ങും. മുറിയിലേക്ക് ആരും കയറ്റാൻ സമ്മതിക്കില്ല. ഒരാൾ പോലും എൻ്റെ മുറിയിലേക്ക് കടന്നു വരാൻ പാടില്ലെന്ന് പറയും. എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ഒരാൾ പോലും മുറിയിലേക്ക് കടന്നു വരും. മുറിയിൽ വിളിക്കുന്നത് ഇഷ്ടമില്ല, വാതിലുമ്പോൾ തട്ടുന്നത് ഇഷ്ടമില്ല, ഇറിറ്റേഷൻ വരും. കാരണം അവർക്ക് വിഡ്രോ ചെയ്യും, അവരിലേക്ക് തന്നെ അങ്ങ് വിഡ്രോ ചെയ്യും. എൻ്റെ പ്രിയമുള്ള സഹോദരൻ, മാനസികമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ അവർ പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങും. അവർക്ക് വരുന്ന മറ്റ് ഇഫക്റ്റുകളല്ല ഞാൻ പറയുന്നത്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. അതല്ല, സ്വഭാവത്തിൽ ചില ലക്ഷണങ്ങൾ കാണാം. അപ്പോൾ മൂന്നാമതായിട്ട് അവരുടെ സ്വഭാവത്തിൽ ചില ലക്ഷണങ്ങൾ. ഒന്നാമത് ഞാൻ പറഞ്ഞത് അവരുടെ ശരീരത്തിലുള്ള ലക്ഷണങ്ങൾ, മാനസിക ലക്ഷണങ്ങൾ. മൂന്നാമത്തത് അവരുടെ സ്വഭാവത്തിലുള്ള ലക്ഷണങ്ങൾ. സ്വഭാവത്തിലുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടുകാർ മാറും. അതുവരെ ഉണ്ടായിരുന്ന കൂട്ടുകാരല്ലാതെ പൊട്ട കൂട്ടുകാർ അവരുടെ ജീവിതത്തിൽ വരും. പിന്നെ അവർ പ്രത്യേക സമയങ്ങളിൽ അവർ പുറത്തു പോകാൻ തുടങ്ങും. ഉദാഹരണമായിട്ട് ഒരു 6 മണിക്ക്, എല്ലാ ദിവസവും 6 മണിക്ക് പുറത്തു പോകുന്നു. അപ്പൻ അവനോട് പറഞ്ഞു, ഇന്ന് 6 മണിക്ക് ധ്യാനമുണ്ട്, ധ്യാനത്തിന് വരണം. അവൻ പറയും, അച്ഛാ എനിക്ക് ധ്യാനത്തിന് വരാൻ പറ്റില്ല, 6 മണിക്ക് എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, അതിന് പോകണം, അത് കഴിഞ്ഞ് 9 മണിക്ക് ഞാൻ ധ്യാനത്തിന് വരാം. പ്രിയമുള്ള സഹോദരങ്ങൾ, ഒരു സ്പെസിഫിക് ടൈമിൽ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പുറത്തു പോവാം. കളിക്കാനാണെന്ന് പറയും, ചിലപ്പോൾ കൂട്ടുകാരെ കാണാനാണെന്ന് പറയും, ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം നോക്കുക, അവൻ കളിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക. കളിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കളിച്ച് തിരിച്ചു വരുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫോൺ വിളിച്ച് നോക്കുക, എവിടെയാണ് നീ ഇപ്പോൾ കളിക്കുന്ന സ്ഥലത്ത് കാണില്ലല്ലോ. അപ്പോൾ ആ മകൻ എങ്ങനെ മറുപടി, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവൻ നിൽക്കാൻ പാടില്ലാത്ത ഏതൊരു സ്ഥലത്താണ് അവൻ നിൽക്കുന്നതെന്ന് ഒരു പാരൻ്റ് ഗസ് ചെയ്യണം. ഒരു പാരൻ്റ് അങ്ങ് എൻ്റെ മകൻ സത്യം മാത്രമേ പറയുള്ളൂ എന്നുള്ള ഭക്തിയിലോ കപടമായിട്ടുള്ളൊരു ഇതിലോ നിങ്ങൾ ജീവിക്കരുത്. നമ്മൾ അത്യാവശ്യം നുണ പറയുന്ന ഒരു സംസ്കാരത്തിലാണ് ജീവിക്കണത്, അല്ലേ? ആണോ അല്ലേ? നിങ്ങൾ ചിന്തിച്ചേ. എല്ലാവരും ഏതാണ്ട് നുണ പറയുന്ന ഒരു ലോകത്താണ്. പെട്ടെന്ന് നുണയൊക്കെ നമ്മൾ പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ സത്യവും പറയും, നുണയും ഉണ്ട് ഒപ്പം തന്നെ. അപ്പോൾ എൻ്റെ മകൻ ചിലപ്പോൾ നുണ പറയുന്നതാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ, അവൻ്റെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അവൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ചില ലക്ഷണങ്ങൾ. ഇനി കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭയങ്കരമായിട്ടുള്ള ഇറിറ്റബിലിറ്റി വരും. അവർക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യപ്പെടും. അവർ കുറച്ച് നാൾ കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ. ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ അടുത്ത് പറയാം. എൻ്റെ കൂടെ ഒരു മകനുണ്ടായിരുന്നു. അവൻ ഏകദേശം ഒരു 10-13 കൊല്ലം കഞ്ചാവ് ഉപയോഗിച്ച മോനാണ്. ഭയങ്കര വിഷമമുണ്ട് നമുക്ക് പറയുമ്പോൾ. പക്ഷെ നല്ലൊരു മകൻ, നല്ല മോൻ. അവൻ്റെ ഉള്ളിൽ ഒരുപാട് നന്മയുണ്ട്. പക്ഷേ അവൻ്റെ പ്രശ്നം എന്താണെന്നറിയാവോ? അവനിപ്പോൾ റിയാലിറ്റിയിലേ അല്ല. കഞ്ചാവ് ഉപയോഗിക്കുന്നവരുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ സമയത്തിൻ്റെ വേഗത അവർക്ക് മനസ്സിലാവില്ല. അവർ സ്ലോ ആവും. എടാ നീ അവിടെ പോയിട്ട് ആ പുസ്തകം ഒന്ന് എടുത്തുകൊണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൾ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭയങ്കര സ്ലോ ആവും. നമ്മൾ സാധാരണയിൽ വിട്ട് സ്ലോ ആവും. അവരുടെ എല്ലാ കാര്യങ്ങളും സാധാരണയിൽ വിട്ട് സ്ലോ ആവും. ഇവന് പ്രത്യേകത പറ്റിയിരുന്നത്, ഇവൻ സ്ലോ ആയെന്ന് മാത്രമല്ല, കഞ്ചാവ് ഉപയോഗിക്കാണ്ടിരുന്ന് കുറേ നാൾ, 1 കൊല്ലം എൻ്റെ കൂടെ നിന്നവൻ. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ നല്ല മിടുക്കനായി കേട്ടോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? അവൻ ഇപ്പോഴും റിയാലിറ്റിയിൽ വന്നിട്ടില്ല. അവൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അവൻ എന്നോട് പറയുന്നത് എന്താണെന്നറിയോ? അച്ഛൻ, എനിക്ക് ചൈനയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം.
ട്രാവൽ ഏജൻസി വേണം. ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ തൃശ്ശൂരിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ട്രാവൽ ഏജൻസി ആദ്യം സ്റ്റാർട്ട് ചെയ്യും, അത് വിജയിക്കുന്നു. അതുകൊണ്ടൊന്നും കാര്യമില്ല അച്ഛാ, നേരെ. അപ്പോൾ അവൻ ഒരു കൊല്ലം ലഹരി വിട്ട് കഴിഞ്ഞിട്ടും അവന് റിയാലിറ്റിയിലേക്ക് ഇപ്പോഴും തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തൊരു കാര്യം, അവൻ്റെ ഒരു ക്രോസ് സെൻസേഷൻ എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരൻ. കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ക്രോസ് സെൻസേഷൻ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നുള്ളൂ. ക്രോസ് സെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണ്ണുകൊണ്ട് എന്താ ചെയ്യുക, കാണും. കാതുകൊണ്ട് എന്താ ചെയ്യുക, കേൾക്കും. ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഈ പാത്വേസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ഓരോ പാത്വേസ് ഉണ്ട്, ആ പാത്വേസ് ഒക്കെ അങ്ങ് മിക്സ് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വിചാരിക്കാം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കണ്ണുകൊണ്ട് അവൻ കേൾക്കാൻ തുടങ്ങും, കാതുകൊണ്ട് കാണാൻ തുടങ്ങും. ഇപ്പം ഇങ്ങനെ വിചാരിക്കുക, ഒരു 2 സ്വിച്ചുകളുണ്ട്. ഒരു സ്വിച്ച് ട്യൂബിൻ്റെ ആണ്, ഒരു സ്വിച്ച് ഫാനിൻ്റെ ആണെന്ന് വിചാരിക്കുക. എനിക്ക് ട്യൂബ് വേണ്ട, ഫാൻ മതി എന്ന് വിചാരിച്ച് ഞാൻ ഫാനിൻ്റെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ട്യൂബ് കത്തുന്ന അവസ്ഥയുണ്ടാവും. അതാണ് കഞ്ചാവുകാർക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം. അവർ ഫാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും കത്തുന്നത് ട്യൂബായിരിക്കും. അവർ ട്യൂബാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും കറങ്ങുന്നത് ഫാനായിരിക്കും. ഇതിനാണ് ക്രോസ് സെൻസേഷൻ. അവർക്കത് അങ്ങ് നഷ്ടപ്പെടും. അവരുടെ സെൻസിറ്റിവിറ്റി തന്നെ അവർക്കങ്ങ് നഷ്ടമായി പോവും. കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ. ഇനി കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്തെന്ന് വിചാരിക്കുക, എന്താ നമ്മൾ ചെയ്യുക? ഈ പുകവലി വലിയ ബുദ്ധിമുട്ടാണ് നിർത്താൻ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പുകവലിക്കുന്ന ആളുകൾ ഭയങ്കര പാടാണ് നിർത്താൻ. അതുപോലെ തന്നെയാണ് കഞ്ചാവ് നിർത്താനുള്ള ബുദ്ധിമുട്ട്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കഞ്ചാവ് ഉപയോഗിച്ച ആളുകൾക്ക് അത് നിർത്തി തിരികെ വരാനായി വലിയ വില അവർ കൊടുക്കേണ്ടതുണ്ട്. പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ, അവരുടെ കുടുംബം അങ്ങനെ തന്നെ വലിയ വില കൊടുക്കേണ്ടതുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു മകൻ, കഞ്ചാവ് ഉപയോഗിച്ച ഒരു മകനെ അവൻ്റെ അപ്പനും അമ്മയും കൂടി കൊണ്ടുവന്ന് എൻ്റെ അടുത്ത്, ബോധമില്ലാണ്ട് കൊണ്ടുവന്നതാണ്. അവൻ്റെ സഹോദരങ്ങൾ MD ചെയ്യാണ്, അതായത് ഡോക്ടറാവാനൊക്കെ പഠിക്കുകയാണ്. ഇവനാണ് ഇങ്ങനെ തകർന്ന് തരിപ്പണായി കിടക്കുന്നത്. അപ്പം ഇവനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അവൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛോ എനിക്ക് മടുത്ത് ഇവനെ കൊണ്ട്, കഞ്ചാവ് വലിച്ച് ബോധമില്ലാണ്ട് എന്തൊക്കെയാണ് പറയുന്നത്, ഭയങ്കര ഇറിറ്റേഷൻ, എന്താ ചെയ്യണേ, അവന് യാതൊരു പിടിയില്ല, പെട്ടെന്ന് അങ്ങ് റേസ് ആകുന്നു, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, പിന്നെ കരയുന്നു. ഇങ്ങനെ വികാരങ്ങളുടെ മേഖലയിൽ യാതൊരു സ്ഥിരതയില്ല. എൻ്റെ അച്ഛോ മടുത്തു, ഞങ്ങൾക്ക് എത്ര സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടുപോയി. അച്ഛനൊരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മരുന്ന് ഇവൻ്റെ മേൽ കുത്തിവെച്ചിട്ട് ജീവിതകാലം മുഴുവൻ ഇവൻ ഒരു കിടപ്പ് രോഗിയാക്കി മാറ്റി തരാൻ പറ്റുമോ അച്ഛാ? എന്തൊരു വേദന! ഒരു അമ്മ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ വേദന എന്തുമാത്രമായിരിക്കും. കഞ്ചാവ് ഉപയോഗിക്കുന്നവരുടെ കൂടെ ജീവിക്കാൻ എളുപ്പമല്ല എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എളുപ്പമല്ല. ഭയങ്കര മടിയന്മാരായി മാറിയിട്ടുണ്ടാവും. ഒരു പണിയെടുക്കില്ല, കയ്യിൽ നിന്ന് എപ്പോഴും പൈസ ചോദിക്കും. കഞ്ചാവിൻ്റെ കൂടെ കെറ്റമിൻ എന്ന് പറയുന്ന ഒരു ലഹരിയും കൂടി ഉപയോഗിക്കുന്ന ഒരു മകനെ ഞാൻ ഓർക്കുകയാണ്. അവൻ കെറ്റമിൻ ഇങ്ങനെ കുത്തിവെക്കുക ചെയ്യുക. അപ്പോൾ അവനിങ്ങനെ കുത്തിവെച്ച് തൊടയിലും കയ്യിലും അവിടെ ഇവിടെയൊക്കെ കുത്തിവെച്ചിട്ട് അവൻ്റെ ഞരമ്പുകളുണ്ട്. നമ്മുടെ ഞരമ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കളർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പച്ച കളർ പോലെ നമുക്ക് ഞരമ്പ് ചില സമയങ്ങളിൽ തോന്നാം. നമുക്ക് ഞരമ്പ് പ്രത്യേകിച്ച് ഒരു കളറില്ല. ചില സ്ഥലങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഞരമ്പ് ഒരു പച്ച കളർ പോലെയൊക്കെ നമുക്ക് തോന്നാം. ഇവൻ്റെ ഞരമ്പുണ്ടല്ലോ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കറുത്ത കളറാണ്. അവൻ്റെ ഞരമ്പ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഞരമ്പ് നോക്കി കഴിഞ്ഞാൽ ആ ഞരമ്പ് കറുത്ത കളർ, നമുക്ക് കറുത്തൊരു കളർ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ഇവൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് ഞാൻ എപ്പോഴും ഒരിക്കലും മറക്കില്ല. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ ഒരു കാര്യം, അച്ഛാ ഇവൻ മൂലം സമൂഹം ഭയങ്കരമായിട്ട് നശിച്ചുകൊണ്ടിരിക്കുക, ഇവൻ മരിച്ചു പോയാലും കുഴപ്പമില്ല അച്ഛാ, അത്രയും കുട്ടികൾ നശിക്കില്ലല്ലോ. എൻ്റെ അമ്മ പറഞ്ഞു. ഒരു അമ്മ അങ്ങനെ പറയണമെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് നിങ്ങൾ കാണരുത്. പല ആളുകളും വിചാരിക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നത്. അല്ലല്ല, ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ല. 3 കോടി കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ് നിങ്ങളോട് പറയുന്നത്. ഇന്ത്യയിൽ അവരുടെ കുടുംബം അനുഭവിക്കുന്ന വേദനയെ പറ്റിയാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് കേട്ടോ. അത് ഒറ്റപ്പെട്ട അവിടെ ഇവിടെ നടക്കുന്ന കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നരുത്. 100 കുട്ടികളിൽ 3ഓളം കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നവരാണ്. അതാണ് അർത്ഥം. 100 കുട്ടികളെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 കുട്ടികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണ് ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച്. അത്രയും ഭീകരമായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നെസ്റ്റിലെ ഡി അഡിക്ഷൻ സെൻ്ററിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ
അവിടെ വന്നിരുന്ന ആളുകളിൽ ഇപ്പോൾ 100 പേരെ അഡ്മിറ്റ് ചെയ്യുന്നതിൽ ഒരാളൊക്കെയാണ് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകൾ അഡ്മിറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ 100 പേരെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിൽ 30 പേരും 40 പേരും കഞ്ചാവും ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ്. അത് 13 വയസ്സ് തുടങ്ങിയുള്ള കുട്ടികളാണ്. അത്രയും ആ വേദന അനുഭവിക്കുന്ന കുടുംബത്തെ പറ്റിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിച്ചു പോയാലും കുഴപ്പമില്ല, അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന ഒരു മകൻ കിടത്തി, അവനെ ഇഞ്ചക്ട് ചെയ്ത് അങ്ങ് കിടത്തിക്കോ എന്ന് പറയുന്ന മകൻ ഇന്ന് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് അവൻ മാറി, രക്ഷപ്പെട്ടു. യേശു ക്രിസ്തു അവനെ തൊട്ട് സുഖപ്പെടുത്തി. അവൻ ഇന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്, വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി അവൻ വന്നു ലഹരി ഉപയോഗിച്ചിട്ട്. ഒരു പ്രാവശ്യം കൂടി അവൻ വന്ന് 3-4 മാസം എൻ്റെ കൂടെ വീണ്ടും താമസിച്ചു. വീണ്ടും പോയതാ. 4 മാസമൊക്കെ എൻ്റെ കൂടെ താമസിച്ചു. വീണ്ടും അവൻ രക്ഷപ്പെട്ടു. അപ്പോൾ ചില കുടുംബങ്ങളുടെ വലിയൊരു വേദന, എൻ്റെ അച്ഛോ അവനെ ലഹരിയൊക്കെ അവസാനിപ്പിച്ച് കൊണ്ടുവന്ന വീണ്ടും വീണു. നിങ്ങൾ തകരരുത് കേട്ടോ. ഒരു മകൻ കഞ്ചാവ് ഉപയോഗിക്കുന്നതൊക്കെ നിർത്തി അവൻ സിനിമ കാണാൻ പോയപ്പോൾ ആ സിനിമ നായകൻ പുകവലിക്കുന്ന ഒരു രംഗമുണ്ട്. ഇത് കണ്ടതോട് കൂടിയിട്ട് അവനൊരു 5-6 മാസമായിട്ട് ലഹരി ഉപയോഗിക്കാത്ത മകനാണ്. അവൻ ഓടിപ്പോയി ആ തിയേറ്ററിൽ പോയിട്ട് സിഗരറ്റ് വാങ്ങി അവിടെയുള്ള ബാത്റൂമിൽ പോയിട്ട് അവൻ സിഗരറ്റ് വലിച്ചു. എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ എനിക്ക് പറ്റിയില്ല അച്ഛാ, ഇതങ്ങ് വലിക്കുന്ന കണ്ടപ്പോൾ, ഈ നായകൻ ഇതങ്ങ് വലിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ മുഴുവൻ അങ്ങ് പോയി. ചില ആൾക്കാർക്ക് ഈ മണം കിട്ടിയാൽ മതി, ഈ സിഗരറ്റിൻ്റെ മണം ഉണ്ടല്ലോ, അത് കിട്ടിയാൽ മതി. ആ മണം കിട്ടി വീണു പോയിട്ടുള്ള ആളുകളാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് ഇവരെ നിങ്ങൾ ചീത്ത പറഞ്ഞും തെറി പറഞ്ഞ് അകറ്റരുത്. നോക്കിയാൽ ചേർത്ത് പിടിക്കണവരെ. മാറാൻ ആഗ്രഹമുണ്ടെന്ന് ഒരു മകൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവൻ വീണ്ടും വീണേക്കാം. വീണാലും അവനെ വിട്ട് കളഞ്ഞേക്കരുത്. അവനെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവനെ തെറി പറഞ്ഞു എന്ന് വിചാരിക്കുക, കുറ്റം പറഞ്ഞു, ചീത്ത പറഞ്ഞു, നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ, നീ നശിച്ചു പോകോളാന്നൊക്കെ പറഞ്ഞ് അവനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവനങ്ങ് ഇറങ്ങിപ്പോവുള്ളൂ. അവനങ്ങ് കൂടുതൽ നാശത്തിലേക്ക് അങ്ങ് പോവുള്ളൂ. അതുകൊണ്ട് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അറിയുമെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അവനുമായിട്ട് സംസാരിക്കണം. എന്നിട്ട് ചോദിക്കണം, എടാ മോനെ നിനക്കിങ്ങനെ പോയാൽ മതിയോ? അവൻ തീർച്ചയായിട്ടും പറയും, ചിലപ്പോൾ എനിക്കിങ്ങനെ പോയാൽ മതി, നമുക്കൊരു സ്ഥലം വരെ പോയാലോ? അങ്ങനെയൊക്കെ പറഞ്ഞ് നയത്തിലും മയത്തിലും, ഇനി വരുന്നില്ലെങ്കിൽ കുറച്ച് നിർബന്ധിച്ചിട്ടാണെങ്കിൽ പോലും ഏതെങ്കിലും ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് ആ മകനെ കൊണ്ടുപോവുക. ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇതൊരു മെൻ്റൽ അഡിക്ഷനാണ്. കഞ്ചാവ്, പുകവലിയൊക്കെ ഒരു മെൻ്റൽ അഡിക്ഷനാണ്. നേരത്തെ ഞാൻ മദ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അതൊരു ഫിസിക്കൽ അഡിക്ഷനാണെന്ന് പറഞ്ഞത്. പുകവലി ഒരു മെൻ്റൽ അഡിക്ഷനാണ്. മെൻ്റൽ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ 1 കൊല്ലമായിട്ട് നിർത്തിയെന്നുണ്ടെങ്കിലും അവൻ്റെ തലച്ചോറ് അത് ക്രേവ് ചെയ്യില്ല. പക്ഷെ പെട്ടെന്നൊരു നിമിഷത്തിൽ ഒരു താല്പര്യം അങ്ങ് ഉള്ളിലേക്ക് വരും. ക്രേവിങ് അല്ല, അതിന് പെട്ടെന്നൊരു ആകർഷണം, പെട്ടെന്നൊരു താല്പര്യം, അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ഒരു സുഖം അങ്ങ് പെട്ടെന്നങ്ങ് വരും. അങ്ങനെ വരുമ്പോൾ ഒക്കെ അവരെ ചേർത്ത് പിടിച്ച് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ വീണ്ടും ഡി അഡിക്ഷൻ സെൻറ്ററുകളിലേക്ക് അവരെ കൊണ്ടുപോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അവരെ വീട്ടിലിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, പെട്ടെന്നങ്ങ് നിർത്താനും സാധിക്കില്ല. അവർക്ക് മരുന്നിൻ്റെ സഹായം വേണം. ഇതിനെ ഫാർമക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ എന്ന് പറയും. ഒരു മരുന്നിൻ്റെ സഹായം അവർക്ക് ആവശ്യം വരും. അവർ പെട്ടെന്ന് കഞ്ചാവൊക്കെ നിർത്തി കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങളുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അതിനെ അതിജീവിക്കാൻ അവർ ഉറക്കം കിട്ടില്ല, അവർക്ക് ഉറക്കമില്ലായ്മ വരും, വിശപ്പില്ലായ്മ വരും, അവർക്ക് ഇറിറ്റേഷൻ വരും, ദേഷ്യം വരും, എല്ലാവരോടും ദേഷ്യം വരും, നാട്ടുകാരോട് ദേഷ്യം വരും, എല്ലാവരോടും ദേഷ്യം വരും. ആ സമയത്തൊക്കെ മാനേജ് ചെയ്യാനായിട്ട് വീട്ടുകാർക്ക് സാധിക്കില്ല. അത് ഏതെങ്കിലും ഒരു സെൻറ്ററിൽ കൊണ്ടൊരു മദ്യം ഉപയോഗിക്കുന്ന ഒരാളെ വീട്ടുകാർക്ക് മാനേജ് ചെയ്യാൻ ഒരു പക്ഷേ പറ്റിയേക്കാം. എന്നാൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളെ ട്രീറ്റ് ചെയ്യാനായിട്ടൊരു വീട്ടുകാർക്ക് സാധിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ ഡി അഡിക്ഷൻ സെൻറ്ററുകളിലേക്ക് കൊണ്ടുപോകാം. ചില സ്കൂളുകളിലൊക്കെ ഞാനിപ്പോൾ പറയാണ്ട്, സ്കൂളുകളിൽ അധികൃതർ എന്നോട് ചോദിച്ചു, അച്ഛാ ഇങ്ങനെയുള്ളവരെ എങ്ങനെ കണ്ടുപിടിച്ചാൽ എന്താ ചെയ്യുക? കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നിങ്ങൾ പ്രത്യേകം നോക്കണം. ഞാൻ കുറേ ലക്ഷണങ്ങൾ പറഞ്ഞല്ലോ. അവരുടെ ഷർട്ടിലൊക്കെ ഒരു ഗന്ധം ഉണ്ടാവും. അവർ പുകവലിച്ചാലൊരു ഗന്ധം വരില്ലേ, അതുപോലെ കഞ്ചാവിൻ്റെ ഒരു ഗന്ധമുണ്ട്. അത് നിങ്ങൾ ഏതാണെന്ന് പോയി ട്രൈ ഒന്നും ചെയ്യേണ്ട. പുകവലിക്കുന്ന ഗന്ധം മാത്രം നോക്കിയാൽ മതി. ആ ഗന്ധം വരും, ഷർട്ടിൽ ആ ഗന്ധം വരും. പെട്ടെന്നങ്ങ് ആ ഗന്ധം നമ്മുടെ ഷർട്ട്, അവരൊക്കെ സ്പ്രേ അടിച്ച് നടക്കുമെന്നുള്ളൂ. അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന ഒരു പേപ്പറുണ്ട്, OCP പേപ്പർ എന്ന് അതിനെ പറയാം.
OCP പേപ്പർ. നമ്മൾ പണ്ടൊക്കെ പടം ട്രേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേപ്പർ കണ്ടിട്ടില്ലേ? അതിനെയാണ് OCP പേപ്പർ എന്ന് പറയാം. ആ OCP പേപ്പർ ഒരു കുട്ടിയുടെ പേഴ്സിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വേറെ ഒന്നും ചിന്തിക്കാനില്ല, അവന് കഞ്ചാവുമായി ബന്ധപ്പെട്ട എന്തോ ഉണ്ട്. ഒന്നിൽ കൂട്ടുകാരുണ്ട്, അല്ലെങ്കിൽ കഞ്ചാവ് അവൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാൻ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പറയാറുണ്ട്, അവരുടെ പേഴ്സൊക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അപ്പനോ അമ്മയോ പേഴ്സൊക്കെ നോക്കുമ്പോൾ അതിൽ OCP പേപ്പർ കാണുകയാണെങ്കിൽ, അവൻ്റെ ബാഗിൽ OCP പേപ്പർ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സാധനങ്ങളുണ്ടെന്നാണ്. അവൻ്റെ ബാഗിൽ ഹാൻഡ്സ് കാണുകയാണെന്നുണ്ടെങ്കിൽ, ഹാൻഡ്സ് ഒരു പക്ഷേ ബാഗിൽ കാണാം. അപ്പോൾ അവർ പറയും എൻ്റെ കൂട്ടുകാരൻ വെച്ചാണെന്നൊക്കെ പറയും. നുണ പറയുന്നതായിരിക്കും 99.9%. അപ്പോൾ ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവാം. അങ്ങനെ കണ്ടാൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു വൈദികനുമായിട്ടൊന്ന് സംസാരിക്കുക. വൈദികർക്ക് പൊതുവെ ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടെന്നാണ് എൻ്റെ വിചാരം. നമ്മൾ വൈദികരോട് സംസാരിക്കുക. അവരൊരു ഡയറക്ഷൻ തരും. ഇന്ന ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് പൊക്കോ, ഇന്ന സൈക്കോളജിസ്റ്റിനെ കാണാൻ പറ്റുമോ, ഇന്ന ആശുപത്രിയിലേക്ക് പൊക്കോ എന്നവരൊരു ഡയറക്ഷൻ തരും. ആ ഡയറക്ഷൻ നിങ്ങൾ സ്വീകരിക്കണം. ഒരു നിമിഷം, ഈ കഞ്ചാവ് ഉപയോഗിച്ച് തകർന്ന് തരിപ്പണമായിട്ടുള്ള മക്കളെ, ഒരമ്മ എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ട്. എൻ്റെ മകൾ കുളിക്കുന്ന സമയത്ത് ഇവൻ കഞ്ചാവ് വലിച്ചിട്ടച്ച ആ കുളിക്കുന്ന വാതിൽ അടിച്ച് പൊട്ടിച്ചു. അങ്ങനെ ഭയങ്കര വേദന, അവളുടെ നഗ്നത കാണാൻ വേണ്ടിയിട്ട്. എന്തൊരു വേദനയാണെന്ന് പറയുക. കഞ്ചാവ് എപ്പോഴും സെക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സെക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതെന്താണെന്നുള്ള എക്സ്പ്ലനേഷനൊന്നും തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് ലൈംഗികമായ പെർവേർഷനിലേക്ക് പോകുന്ന ഒരു സാധനമാണ് കഞ്ചാവ്. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. ഇതിൻ്റെ നൊമ്പരം അനുഭവിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട്. കോടിക്കണക്കിന് ആളുകൾ, 1-2 ആളുകളല്ല, മരണം വരെ സംഭവിച്ചിട്ടുണ്ട് കഞ്ചാവ് വലിക്കുന്ന ആളുകളുടെ കൂടെ ജീവിച്ചിട്ട്. ജീവിതത്തിൻ്റെ സൗമ്യതയും ശാന്തതയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശാരീരികമായ ഉപദ്രവങ്ങൾ നേരിട്ട കുടുംബാംഗങ്ങളുണ്ട്. വലിയ മുറിവുകൾ ഉണ്ടായിട്ടുള്ള കുടുംബാംഗങ്ങളുണ്ട്. ദുരുപയോഗം ചെയ്യപ്പെട്ട കുടുംബാംഗങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുണ്ട്. ഇവരെല്ലാം പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. കഞ്ചാവ് ഉപയോഗിച്ച് നശിച്ചു പോകുന്ന മക്കളെ പ്രത്യേകം സമർപ്പിക്കുകയാണ്. വലിയൊരു അഭിഷേകം ഈ സമയം അവരിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഉടനെ തന്നെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവ് നൽകിയ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഈ മക്കളെ എല്ലാം ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ഈശോയുടെ കരങ്ങളിലേക്ക് ആരാധന പൂർണ്ണമായി സമർപ്പിച്ച് ആരാധന യേശുവിനെ ആരാധിച്ച് ആരാധന എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ആരാധന 2 കരങ്ങൾ ഉയർത്തി
ഉയർത്തിപ്പിടിച്ച് ആരാധന യേശുവിനെ നമുക്ക് ആരാധിക്കാം. ആരാധന ഏകരക്ഷകനായി ഏറ്റുപറയാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഈശോ, ഹല്ലേലൂയ ഈശോ. ഹല്ലേലൂയ. ഒരേ ഒരു നാമം, യേശു ക്രിസ്തുവിന്റെ നാമം. ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മാലാഖമാർ ആരാധിക്കുന്ന നാമം, വിശുദ്ധർ വാഴ്ത്തുന്ന നാമം, യേശു ക്രിസ്തുവിന്റെ നാമം. ആ നാമത്തെ ആരാധിച്ച് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ആകാശത്തിന്റെ കീഴിൽ മാനവരക്ഷയ്ക്കായി വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ ഒരൊറ്റ നാമമല്ലാതെ ആകാശത്തിന് കീഴെ രക്ഷയ്ക്കായി ഒരു നാമവുമില്ല. ആ നാമത്തെയാണ് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ നാമത്തെയാണ് ആരാധിച്ച് വാഴ്ത്തി സ്തുതിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമം, ആരാധ്യമായ നാമം, ശക്തിയുള്ള നാമം, അഭിഷേകമുള്ള നാമം. ആ നാമം വഴി എല്ലാവരും രക്ഷപ്പെടുമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ നാമം വിളിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധ്യനേ ആരാധന ആരാധന. കരങ്ങൾ ഉയർത്തി സ്വതന്ത്രമായി സ്തുതിക്കാം. ഹല്ലേലൂയ യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന ആരാധന ആരാധന. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരുന്ന ധന്യമായ നിമിഷങ്ങൾ, യേശുവിൻ്റെ സാന്നിധ്യം തന്നെ എത്ര മനോഹരമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, ഈശോ കഫർനാമിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പിശാച് ബാധിതൻ അലറി വിളിച്ച്, ആ പിശാച് ബാധിതൻ അലറി വിളിച്ച് പിശാച് അവനെ വിട്ടുപോകുന്ന അത്ഭുതകരമായ ഒരു സംഭവം മർക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുകയാണ്. യേശു വേറെ ഒന്നും പ്രത്യേകിച്ച് അവനോട് കൽപ്പിച്ചിരുന്നില്ല. യേശു അവിടെ പഠിപ്പിച്ചിരുന്നതേ ഉള്ളൂ. യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായതേ ഉള്ളൂ. എല്ലാ പൈശാചിക സ്വാധീനങ്ങളും അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് വിറപൂണ്ട് അവിടെ നിന്ന് വിട്ടുപോയി. മക്കളെ, ലഹരി, പ്രത്യേകിച്ച് കഞ്ചാവിൻ്റെ ഉപയോഗം ഒരു പൈശാചികമായ സ്വാധീനം നമ്മളിൽ രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകൾ ഇന്ത്യയിൽ ധാരാളമാണ്. 3 കോടിയിലപ്പുറമാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എടുത്ത കണക്ക് പ്രകാരം ഇന്ത്യയിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എത്രയോ വർഷം അത് കഴിഞ്ഞു. ഇപ്പോൾ 5 കോടിയായിട്ടുണ്ടാകാം, നമുക്കറിഞ്ഞുകൂടാ. എൻ്റെ പ്രിയമുള്ള മക്കളെ, ഇതൊരു പൈശാചികമായ സ്വാധീനമാണ്. ഇത് പിശാചിൻ്റെ പുതിയ തട്ടിപ്പാണ്. അവൻ ആപ്പിൾ കാണിച്ച്, പഴം കാണിച്ച് ആദം ഹവയും സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ ഇന്ന് ഈ ലഹരി കാണിച്ച്
മനസ്സിൻ്റെ ഉന്മാദ അവസ്ഥകൾ കാണിച്ച് ഒരു മനുഷ്യൻ്റെ സമാധാനത്തിൽ നിന്ന് അവനെ പുറത്താക്കുകയാണ്. യേശു ഇറങ്ങി വരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ സാന്നിധ്യം മതി. വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെ പറയുകയാണ്, ദൈവം പ്രകാശമാണ്. പ്രകാശം വരുമ്പോൾ തന്നെ ഇരുട്ട് ഇല്ലാതായി മാറും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രകാശം വരുമ്പോൾ പിന്നെ ഇരുട്ടിന് അസ്തിത്വം ഇല്ലാത്തതുപോലെ നമ്മുടെ കർത്താവ് ഈ ലഹരി ബാധിക്കുന്ന, പ്രത്യേകിച്ച് കഞ്ചാവിൻ്റെ ലഹരി ഉപയോഗിച്ച് തകർന്നു പോയിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക്, കുടുംബത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരുമ്പോൾ അവനെ ബാധിച്ച എല്ലാ ഇരുട്ടും മാറിപ്പോകും. ഈ സമയം സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാവുന്ന കഞ്ചാവ് ഉപയോഗിക്കുന്ന നിങ്ങൾക്കറിയാവുന്ന ആളുകളെയൊക്കെ പ്രത്യേക ഈ സമയം പ്രാർത്ഥിക്കുക. ആ കെട്ടിൽ നിന്ന് ഇവർ മോചിതരാകണം. ദൈവമാകുന്ന പ്രകാശം ആ ഇരുട്ടിലേക്ക് വരണം. ആ പൈശാചിക സ്വാധീനത്തിലേക്ക് വരണം. പിശാചിൻ്റെ വലിയ ആ കെട്ട് യേശു ക്രിസ്തുവിൻ്റെ ചെറിയ അനക്കം കൊണ്ട് പൊട്ടിപ്പോകും. യേശുവിൻ്റെ ചെറിയ സാന്നിധ്യം കൊണ്ട് പൊട്ടിപ്പോകും. അവിടുന്ന് കൽപ്പിക്കുക പോലും വേണ്ട, യേശുവിൻ്റെ സാന്നിധ്യം മാത്രം മതി. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് സ്വതന്ത്രമായി സ്തുതിക്കാം. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ ലഹരിയുടെ കെട്ടുകൾ ഈ സമയം പൊട്ടി വീഴട്ടെ. യേശുവേ, ഞങ്ങൾക്ക് സംശയമുള്ള, ഞങ്ങൾക്ക് അറിയാവുന്ന ഇങ്ങനെയുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവരെ ബാധിച്ചിരിക്കുന്ന അലസത, ഇറിറ്റേഷൻ, അമിതമായ ഉത്കണ്ഠ, അമിതമായ സന്തോഷം, കർത്താവേ, അവരുടെ ജീവിതത്തിൽ ലഹരി ഉപയോഗിച്ചത് മൂലം ഉണ്ടായിട്ടുള്ള എല്ലാ തകർച്ചകളും, മാനസികമായ ഡിസോർഡേഴ്സ്, കർത്താവ് ഇതെല്ലാം കാഴ്ചവെക്കുകയാണ്. ഈശോയെ, ആ മക്കളുടെ മേല് വലിയൊരു അഗ്നി അയക്കണമേ. ഈശോ, ആരാധന, 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 ആരാധന. ഒരു വിടുതൽ നൽകണമേ ഈശോയെ, ഒരു വിടുതൽ നൽകണമേ ഈശോയെ. എല്ലാവരും ഈ സമയം നിങ്ങൾക്കറിയാവുന്നതും നിങ്ങളുടെ പ്രദേശത്തുണ്ട് എന്ന് നിങ്ങൾ കേൾക്കുന്നതുമായ കഞ്ചാവ് ഉപയോഗിക്കുന്ന എല്ലാ മക്കളെയും, പുകവലിക്കുന്ന എല്ലാ മക്കളെയും ഈ സമയം യേശു ക്രിസ്തുവിന് മുമ്പിലേക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് സമർപ്പിക്കാവോ മക്കളെ? ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ മീഡിയ ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ യേശുവിൻ്റെ സാന്നിധ്യം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ സാന്നിധ്യം മാത്രം മതി ഈ കെട്ടഴിഞ്ഞു പോകാൻ എന്ന് വിശ്വസിച്ച് ഇവരെല്ലാം ഒന്ന് സമർപ്പിച്ച് സ്വതന്ത്രമായ മനസ്സോടുകൂടി ഒന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. വലിയൊരു വിടുതലുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. പ്രകാശം വരുമ്പോൾ ഇരുട്ടകന്നത് പോകുന്നു. യേശുവിന്റെ സാന്നിധ്യത്താൽ തന്നെ എല്ലാ തിന്മയുടെ ശക്തികളും വിട്ടുപോകട്ടെ. ഈശോയേ, കാകുൽത്തായിൽ നിന്നൊഴുകും തിരുച്ചോരയാ പാപിയാമെന്നെ കഴുകേണമേ യേശുവേ. ഗാഗുൽത്തായിൽ നിന്നൊഴുകും തിരുച്ചോരയാ രോഗിയാമെന്നെ കഴുകേണമേ യേശുവേ. ഈ സമയം എല്ലാ സഹോദരങ്ങളോടും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഒരു കാനാൻകാരി സ്ത്രീ ഈശോയുടെ പിന്നിലൂടെ യാത്ര ചെയ്യുകയാണ്. ഈശോയുടെ പിന്നിലൂടെ നടന്ന അവളൊരു കാര്യം ചോദിക്കുക, എൻ്റെ മകളെ അശുദ്ധാത്മാവ് പിടികൂടിയിരിക്കുകയാണ്. ഈശോയെ, അവളെ നീ സുഖപ്പെടുത്തണേ ഈശോയെ. ആദ്യം ഈശോയോട് പറഞ്ഞു. ഈശോ കേട്ട ഭാവം നടിച്ചില്ല. വീണ്ടും അവള് ഈശോയുടെ പിന്നാലെ നടന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഈശോയെ,
ഇവിടെ നിന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുകയാണ്, എന്തെങ്കിലും ചെയ്യും. ആ സ്ത്രീ പറഞ്ഞു, ഈശോ എൻ്റെ മകളെ സുഖപ്പെടുത്തണേ. ഈശോ അവളോട് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ടാണ്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്ക് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. വിശ്വാസത്തോടെ അവൾ പറഞ്ഞു, ഈശോയെ, മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ നായ്ക്കൾ തിന്നുന്നുണ്ടല്ലോ, എനിക്കത് മതി ഈശോയെ. വലിയൊരു വിശ്വാസത്തോടെ അവൾ പ്രാർത്ഥിച്ചപ്പോ ഈശോ അവളെ നോക്കി പറഞ്ഞു, മോളെ, നീ വിശ്വസിക്കുന്നത് പോലെ സംഭവിക്കട്ടെ, നിന്റെ വിശ്വാസം വലുതാണ്. വലിയ വിശ്വാസം കൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ലഹരിയുടെ അടിമത്തത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ സമയം വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ ഒരൊറ്റ വാക്ക് മതി സുഖം പ്രാപിക്കാനായി. യേശു പറഞ്ഞ നിമിഷം അശുദ്ധാത്മാവ് ഈ മകളെ, കാനാൻകാരിയുടെ മകളെ ബാധിച്ചിരുന്ന അശുദ്ധാത്മാവ് അപ്പോൾ തന്നെ അവളെ വിട്ടുപോയി. വലിയ വിശ്വാസം കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് വേണ്ടിയല്ല ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാവുക, നമുക്കറിയാവുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാകും. അത് ചെറിയ കാര്യമാണെന്ന് എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ആരും വിചാരിക്കരുത്. അത് വലിയ കാര്യമാണ്, വലിയ വിശ്വാസത്തിൻ്റെ കാര്യമാണ്. നിങ്ങൾ ഈ സമയം ആത്മാർത്ഥമായി വിശ്വസിച്ച് പ്രാർത്ഥിക്കണമേ. നിങ്ങൾക്കറിയാവുന്ന ആളുകളുടെ കെട്ടുകൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നിങ്ങളിപ്പോൾ ഈ സമയം തന്നെ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് പുതിയപ്പെടാൻ പ്രാർത്ഥിക്കണമേ. നിങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ പുതിയപ്പെട്ട് ഈ സമയം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാകും. ലഹരിയുടെ കെട്ടുകൾ അഴിയും. ലഹരിയുടെ മരണകരമായിട്ടുള്ള ദംശനം ഇല്ലാതാകും. ആ പല്ലങ്ങ് പോകും. രാജവെമ്പാലയുടെ പല്ല് പോയാൽ എത്ര കടിച്ചാലും പിന്നെ വിഷയേൽക്കില്ല എന്ന് പറയുന്നത് പോലെ ഈ മരണത്തിന്റെ പല്ല് കർത്താവ് അങ്ങ് തകർത്ത് കളയും. കൊറിന്തോസ് 1 ലേഖനം 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ, മരണമേ നിന്റെ ദംശനം എവിടെ? അതെല്ലാം ഇല്ലാതാകും. വിശ്വാസത്തോടെ 2 കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി എല്ലാവരും സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാവോ? നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ കോളേജുകൾ, നമ്മുടെ പള്ളികൾ, നമ്മുടെ ഇടവക കൂട്ടായ്മകൾ, നമ്മുടെ ഭവനം, നമ്മുടെ ഭവന കൂട്ടായ്മകൾ, നമ്മുടെ കുടുംബങ്ങൾ, കുടുംബ കൂട്ടായ്മകൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മക്കൾ ഒരുപക്ഷെ ഈ ലഹരിയിലേക്ക് പോയിട്ടുണ്ടാകാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ ഒരൊറ്റ വാക്ക് വഴിയായി, യേശുവിൻ്റെ ഒരൊറ്റ സാന്നിധ്യം വഴിയായി ഈ കെട്ടങ്ങ് അഴിഞ്ഞു പോകുമെന്ന് വിശ്വസിച്ച് 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. പാപിയാമെന്നെ കഴുകേണമേ യേശുവേ. യേശുവിന്റെ രക്തം വീഴട്ടെ. ഗാഗുൽത്തായിൽ നിന്നൊഴുകും തിരുച്ചോരയാ. രോഗിയാമെന്നെ കഴുകേണമേ യേശുവേ. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങൾ എല്ലാം, ആ സ്ഥലങ്ങൾ തന്നെ, ആ ചെടികൾ, അത് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് അത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു തടസ്സം അവിടെ അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ മക്കളെ? അതിൻ്റെ ഉൽപ്പാദനം തന്നെ നിന്നു പോകത്തക്ക രീതിയിൽ കർത്താവെ അങ്ങ് ഇടപെടണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ മക്കളെ? പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഇത് ശക്തമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ഏത് സംസ്ഥാനങ്ങളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പല സംസ്ഥാനങ്ങളും ശക്തമായി ഉൽപ്പാദിപ്പിക്കപ്പെടും. നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും അത് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. പല രാജ്യങ്ങളിലും അത് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. എന്നിട്ട് ധാരാളം കെട്ടുകളായി നമ്മുടെ നാട്ടിലേക്ക് അത് ഒഴുകി വരികയാണ്. അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് തന്നെ ഒരു തടസ്സം ഉണ്ടാകാൻ, അത് ഒഴുകി വരുന്ന സ്ഥലങ്ങളിൽ ഒരു തടസ്സം ഉണ്ടാകാൻ, അത് ഈ പ്രദേശത്തേക്ക് ഇത് ഉപയോഗിക്കുന്നവരെ കരങ്ങളിലേക്ക് എത്താതിരിക്കത്തക്ക വിധത്തിൽ ഒരു തടസ്സം കർത്താവ് സൃഷ്ടിക്കാൻ. കർത്താവിന് ഇത് അസാധ്യമല്ലല്ലോ. മോശ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ യുദ്ധം ചെയ്ത്
വിജയിച്ചു കൊണ്ടിരുന്ന ഇസ്രായേൽക്കാർ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ വലിയ വിജയം അവർക്ക് അനുഭവിക്കാനായി. സൂര്യൻ വരെ അങ്ങനെ പ്രകാശം തന്ന് നിന്നു. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതൊന്നും അസാധ്യമായ കാര്യങ്ങളല്ല. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. പ്രകൃതിക്ക് അപ്പുറം പ്രവർത്തിക്കുന്ന ആളാണ് ദൈവം. മനുഷ്യൻ പ്രകൃതിയാൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ ദൈവം പ്രകൃതിക്ക് അപ്പുറം, നാച്ചുറലിന് അപ്പുറം സൂപ്പർ നാച്ചുറലായി പ്രവർത്തിക്കുന്ന ആളാണ് നമ്മുടെ കർത്താവ്. ഇത് അസാധ്യമായിട്ടുള്ള കാര്യമല്ല. ഈ സമയം ഈ മേഖലകളൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് നമ്മളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് ചിലപ്പോൾ കൊണ്ടുവരുന്ന കൂട്ടുകാർ, എൻ്റെ മകന് കൊണ്ടുകൊടുക്കുന്ന കൂട്ടുകാരുണ്ടാകാം, അതൊക്കെ ഒന്ന് ബ്ലോക്കായി പോകാൻ വേണ്ടിയിട്ട് അങ്ങ് പ്രാർത്ഥിക്കേണ്ട പ്രിയമുള്ള സഹോദരങ്ങളെ. നമ്മുടെ വീട്ടിലേക്ക് എത്താനുള്ള വഴികളുണ്ടാകാം, ആ വഴികളിൽ തന്നെ ഇത് നശിച്ചു പോകത്തക്ക രീതിയിൽ ഒരു തടസ്സം ഉണ്ടാകാൻ വേണ്ടി, ദൈവമേ നിനക്കൊന്നും അസാധ്യമല്ലല്ലോ. ബാലാം പ്രവചിക്കാനായി പോയപ്പോൾ ഒരു കഴുത അവന് വട്ടം നിന്ന് തടസ്സം സൃഷ്ടിച്ചെങ്കിൽ, കർത്താവേ ഇന്ന് ഇതൊന്നും അസാധ്യമല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇത് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മേഖലകളിൽ കർത്താവെ വലിയൊരു തടസ്സം അങ്ങ് കൊണ്ടുവരണേ. ഈ മേഖലകളിൽ വലിയൊരു ബ്ലോക്ക് അങ്ങ് കൊണ്ടുവരണേ. ഈ ഉൽപാദനവും അത് ചെലവഴിക്കുന്ന എല്ലാ രീതിയിലുള്ള വഴികളും അടച്ചു കളയണമേ എന്ന് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ. ശുദ്ധീകരിക്കണമേ ഈശോയെ, ആരാധന ആരാധന ആരാധന. ശുദ്ധീകരിക്കണമേ. ആരാധന 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 ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ സ്തുതിക്കുന്ന സമയത്ത് തന്നെ വലിയൊരു ശക്തി ഈ പ്രദേശങ്ങളിലേക്കെല്ലാം എത്തുകയും അവിടെ തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇത് അസാധ്യമല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് സാധ്യമാണെന്ന് വിശ്വസിക്കുന്നു. 33,000 കോടി രൂപയുടെ ചരക്ക് കർത്താവേ, ലഹരി കർത്താവേ, കടലില് ആഴ്ത്തപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് നൂറുകണക്കിന് മക്കളുടെ പ്രാർത്ഥനയാണെന്ന് വിശ്വസിക്കുന്നു. ഈശോയെ, ഇന്നത് സംഭവിക്കട്ടെ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ്. കർത്താവ് ഒരു പുത്തൻ അഭിഷേകം ആ മേഖലകളിലേക്ക്, പോലീസ് സേനയിലേക്ക്, എക്സൈസ് മേഖലകളിലേക്ക്, കസ്റ്റംസ് മേഖലകളിലേക്ക് കർത്താവ് കടന്നു ചെല്ലണമേ. പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഏതാനും മക്കൾ അലസരായി പോയിട്ടുണ്ടെങ്കിൽ, കർത്താവ് ഇത് പിടിക്കാനായി നിയോഗിക്കപ്പെട്ട ആളുകൾ മടുത്തു പോയിട്ടുണ്ടെങ്കിൽ, പല സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള സംഭ്രമവും ഇൻഫ്ലുവൻസും മൂലം മടുത്തു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവെ ആ ഭയം അങ്ങെടുത്ത് മാറ്റണമേ, ആ മടുപ്പെടുത്ത് മാറ്റണമേ, ഒരു ഊർജം അവർക്ക് കൊടുക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ, ആരാധന 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 ആരാധന. കർത്താവേ, ഈ മേഖലയിൽ ഒരു വിശുദ്ധി കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഒരു വിശുദ്ധി വേണം. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എക്സൈസ് മേഖലയിൽ, പോലീസ് മേഖലയിൽ, കസ്റ്റംസ് മേഖലയിൽ ഇത് തടയാനായിട്ട് ഗവൺമെന്റ് തന്നിട്ടുള്ള എല്ലാ മേഖലകളിലും ഒരു വിശുദ്ധീകരണം ആവശ്യമാണെന്ന് കർത്താവേ ഈ ഗാന ശുശ്രൂഷയിലൂടെ പാടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വിശുദ്ധീകരണം ആ മേഖലകളിലേക്കൊക്കെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാടി പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരിക്കണമേ ഈ സേനകളെ, അവിടം ശുദ്ധീകരിക്കണമേ. ഈ സേനകളെ എല്ലാം വിശുദ്ധീകരിക്കണമേ. ആത്മാവാം അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അവിടം ശുദ്ധീകരിക്കണമേ. ആത്മാവാം അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. യേശുവേ, ഞങ്ങൾ വിശുദ്ധീകരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നത് ഈ സേനകളെയാണ് കർത്താവേ, ഈ വ്യക്തികളെയാണ്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ മേഖലയെ വിശുദ്ധീകരിക്കണം യേശുവേ. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് തരുന്ന സന്ദേശമാണ് മക്കളെ. ശുദ്ധീകരിക്കണം. നല്ല ശക്തരായിട്ടുള്ള ആളുകൾ പൊളിറ്റിക്സിലേക്ക് കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ഇതിനെയൊക്കെ തടയാൻ കരുത്തുള്ള, കെൽപ്പുള്ള, ഉള്ളിൽ തീയുള്ള നല്ല പൊളിറ്റീഷ്യൻസ് ഈ മേഖലകളിലേക്ക് കടന്നു വരണം. ഇതിനെ തടയിടാൻ കഴിവുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കണം.
നമ്മുടെ നിയമസഭ ശുദ്ധീകരിക്കപ്പെടണം. കർത്താവേ, ഈ സമയം ഈ പൊളിറ്റിക്കൽ മേഖലകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ മറ്റു മേഖലകൾ, ആത്മീയ മേഖലകളും വിശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ പള്ളികൾ വിശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ ഇടവക യോഗങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ പ്രതിനിധി യോഗങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധിയുള്ള ആളുകൾ അതിലേക്ക് കടന്നു വരണം. നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ വിശുദ്ധീകരിക്കപ്പെടണം. അതിലേക്ക് വിശുദ്ധിയുള്ള ആളുകൾ കടന്നു വരണം. ഉള്ളിൽ തീയുള്ള ആളുകൾ കടന്നു വരണം. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ വിളവിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. എൻ്റെ മക്കളെ, ഈ സമയം ഈ മേഖലകളൊക്കെ ഒന്ന് വിശുദ്ധീകരിക്കപ്പെടാനായി ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ശക്തമായ നിയമനിർമ്മാണങ്ങൾ നടത്തപ്പെടാൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ, ഹൃദയം തുറന്ന് വിശ്വസിച്ചങ്ങ് സ്തുതിച്ചോ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈ സമയം ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. വലിയൊരു അഭിഷേകം ഈ സമയം ഇറങ്ങി വരാൻ വേണ്ടി, വിശുദ്ധീകരിക്കുന്ന അഗ്നി ഇറങ്ങി വരാൻ വേണ്ടി. കഞ്ചാവ് ഉപയോഗിക്കുന്നവർ മാത്രമല്ല, അത് തടയാനായി നിയോഗിക്കപ്പെട്ടവരും, നിയമനിർമ്മാണം നടത്താൻ നിയോഗിക്കപ്പെട്ടവരും, ആത്മീയ ശുശ്രൂഷകരും, എല്ലാ മേഖലയിലും നമ്മളിലൊക്കെ വലിയൊരു വിശുദ്ധീകരണം കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.